റിലീസ് അടുക്കുമ്പോൾ വിജയ് സിനിമകളിൽ കോൺട്രോവേഴ്സി ഉണ്ടാവുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. 2003 റിലീസായ പുതിയ ഗീതം മുതൽ ഇപ്പോൾ റിലീസാകാൻ പോകുന്ന ജനനായകൻ വരെ അത്യാവശ്യം എല്ലാ സിനിമകളും പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇതുപോലെ റിലീസാകുമ്പോഴേക്കും പ്രശ്നങ്ങളിലകപ്പെട്ട വിജയുടെ 5 സിനിമകളാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ലിസ്റ്റിൽ അഞ്ചാമതുള്ളത് 2011 പുറത്തിറങ്ങിയ വിജയുടെ കാവലൻ എന്ന സിനിമയാണ്. 2010 പുറത്തിറങ്ങിയ വിജയുടെ 50ാമത്തെ ചിത്രമായ സുറയുടെ പരാജയത്തെ തുടർന്ന് വിജയ് നഷ്ടപരിഹാരം നൽകണമെന്ന് തമിഴ്നാട് തിയേറ്റർ ഉടമകളുടെ സംഘടന ആവശ്യപ്പെട്ടു. എന്നാൽ നടനിൽ നിന്നും ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകാത്തത് മൂലം കാവലൻ ഉൾപ്പെടെയുള്ള നടൻ്റെ സിനിമകളോട് സഹകരിക്കില്ലെന്ന് സംഘടന പ്രഖ്യാപിച്ചു. അടുത്തതായി ഈ ലിസ്റ്റിൽ 4ാമതുള്ളത് 2013 പുറത്തിറങ്ങിയ വിജയുടെ തലൈവ എന്ന സിനിമയാണ്. ഇതിൽ സിനിമയുടെ ടാഗ് ലൈനാണ് വിവാദമായത്. തലൈവ ടൈം ടു ലീഡ് എന്നായിരുന്നു ടാഗ് ലൈൻ. AIADMK സിനിമയ്ക്കെതിരെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇക്കാരണത്താൽ സിനിമയുടെ തമിഴ്നാട്ടിലെ റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. ഈ ലിസ്റ്റിൽ 3ാമതുള്ളത് 2014 പുറത്തിറങ്ങിയ AR മുരുകദോസ് സംവിധാനം ചെയ്ത സിനിമ കത്തിയാണ്. ഇതിൽ സിനിമയുടെ നിർമ്മാതാക്കളെ ചൊല്ലിയായിരുന്നു വിവാദം. നിർമ്മാതാക്കൾക്കും സിനിമയ്ക്കുമെതിരെ തമിഴ് അനുകൂല സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. അടുത്തതായി ഈ ലിസ്റ്റിൽ 2ാമതുള്ളത് 2017 പുറത്തിറങ്ങിയ അറ്റ്ലി സംവിധാനം ചെയ്ത സിനിമ മെർസലാണ്. GST, നോട്ട് നിരോധനം തുടങ്ങിയവയെക്കുറിച്ചുള്ള സിനിമയിലെ ചില ഡയലോഗുകൾ വിവാദമായിരുന്നു അക്കാലത്ത്. മൃഗങ്ങളെ കാണിക്കുന്ന രംഗങ്ങൾക്ക് അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ അനുമതി നേടിയില്ല എന്നും പ്രതിസന്ധിക്ക് കാരണമായി. റിലീസിന് ശേഷം ഡോക്ടർമാരെയും ആശുപത്രികളെയും മോശമായി ചിത്രീകരിച്ചതെന്നും ആരോപണമുണ്ടായി. എന്താല്ലേ? ഈ ലിസ്റ്റിൽ 1ാമതുള്ളത് 2018 പുറത്തിറങ്ങിയ AR മുരുകദോസ് സംവിധാനം ചെയ്ത സിനിമ സർക്കാരാണ്. സർക്കാരിനെ ഭരണകക്ഷിയെയും രൂക്ഷമായി വിമർശിക്കുന്നുവെന്നും ആരോപണമുണ്ടായിരുന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയും ചിത്രത്തിൽ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും ആരോപണമുണ്ടായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.